ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു സ്കേർട്ടും ടോപ്പും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മെറ്റീരിയൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ നെറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു തിളങ്ങണ മോഡലായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു തുണിയുടെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പിന്നെ നമ്മൾ അതുപോരായിട്ട് വേറൊരു മെറ്റീരിയലും കൂടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ലൈനിങ്ങിന് വെക്കുന്ന മെറ്റീരിയലാണ്. പിന്നെ അത് ഗിൽറ്റ് വർക്കും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു മെറ്റീരിയലുണ്ട്. അപ്പോൾ അതിന് ഫ്രണ്ടിൽ എന്തെങ്കിലും ചെയ്യാച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ നെറ്റ് വരുന്നത് 3 മീറ്റർ നെറ്റ് എടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ ലൈനിങ്ങും അതേ 3 മീറ്ററാണ്. പിന്നെ നമ്മളിതാ ഈ ഒരു വർക്ക് വരുന്ന നെറ്റ് ആകെ 1/2 മീറ്റർ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത്രയും മതിക്ക് അടിക്കാൻ. ഈ ഒരു മെറ്റീരിയലിൻ്റെ കളർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്രൗണും അല്ല, പിന്നെ പിങ്കും അല്ല, അങ്ങനത്തെ ഒരു കളറായിരുന്നു കേട്ടോ. നല്ല രസമുള്ളൊരു കളറാണ്. നമ്മൾ ക്യാമറയിൽ കാണുമ്പോൾ കുറച്ച് വ്യത്യാസം ഉണ്ടാവും, പക്ഷെ നേരിട്ട് കാണാൻ നല്ല രസമുള്ളൊരു കളറാണ്. അപ്പോൾ എന്തായാലും ബ്ലൗസ് അടിക്കുമ്പോൾ ഞാനിവിടെ റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിലുള്ള ഒരു ബ്ലൗസിൻ്റെ അളവ് എടുത്തിട്ട് അങ്ങനെ കൊടുക്കാം, അല്ലാതെ നമുക്ക് അളവ് എടുത്തിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ബ്ലൗസ് അടിക്കാനൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഞാൻ ബ്ലൗസ് പ്രിൻസസ് കട്ട് മോഡലിലാക്കിയിട്ടാണ് അടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നെക്കും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് ഇതേപോലെ അടിച്ച് തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് പുറം മറിച്ച് നമുക്ക് ഇതേപോലെ കിട്ടും വൃത്തിയിൽ. അപ്പോൾ അങ്ങനെ ഞാനിന്ന് കൈ അടിക്കാൻ വേണ്ടി പോവാണ്. കൈ നമ്മൾ പുറത്തേക്ക് വരുന്നതിന് പകരം ഇതേപോലെ അടിച്ചിട്ട് അത് ഉള്ളിലേക്ക് ആക്കിയാൽ മതി കേട്ടോ. അപ്പോൾ തീരെ പുറത്തേക്കും ഇതൊക്കെ ഒന്നും വരില്ല. നമുക്ക് ഈ കുത്തി തറക്കണ പ്രശ്നം ഉണ്ടാവും ചിലർക്കൊക്കെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ കുത്തി തറക്കണ ഒരു ചെയ്യലുണ്ട്. അപ്പോൾ ഇതേപോലെ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ കൈയിൻ്റെ ആ ഒരു ഭാഗത്തൊന്നും കുത്തി തറക്കില്ല. അപ്പോൾ അങ്ങനെ ഞാനിവിടെ മൊത്തത്തിലല്ല, ഒരു കൈയിൻ്റെ ഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് കൈയിനുള്ള പീസൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. 3 മീറ്റർ തുണി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും നമുക്ക് 4ആയിട്ട് ഇതേപോലെ നമുക്ക് മടക്കിയെടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഒരു പാൻറ് ഇടുന്ന ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് താഴെ വരെ നമുക്ക് ലെങ്ത്ത് വേണം. അതായത് നിങ്ങളുടെ അളവിന് ലെങ്ത്ത് എടുക്കാവുന്നതാണ് സ്കേർട്ടിന്. അപ്പോൾ ഇതേപോലെ പ്ലെയിൻ ആയിട്ടുള്ള അതെന്താ പറയുക സ്കേർട്ടാണ് അടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ ഒരു ലെങ്ത്ത് നമ്മൾ അത്യാവശ്യത്തിന് എടുക്കണം. അപ്പോൾ എന്തായാലും ഞാനിത് 3 മീറ്റർ തുണി അതുകൊണ്ട് അത് മടക്കിയിട്ട് എനിക്ക് കറക്റ്റ് അളവ് കിട്ടുന്നുണ്ട് ആ ഒരു ലെങ്ത്ത് വരുമ്പോൾ. അപ്പോൾ എന്തായാലും ഞാൻ അതേപോലെ വെട്ടിയിട്ട് അതിൻ്റെ താഴെ ഭാഗമൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ മുകൾ ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഒരു സാധനം വെച്ചിട്ട് ഒരു പീസ് വെച്ചിട്ട് ഇതേപോലെ മടക്കി അടിക്കുകയാണ് ചെയ്തത്. പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ അലാസ്റ്റിക്കോ അതോ വള്ളിയാണെങ്കിൽ വള്ളി എന്തെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ അങ്ങനെ ഞാൻ അതിൻ്റെ താഴെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ മുകൾ ഭാഗവും ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലൈനിങ്ങും പിന്നെ അതേപോലെ നെറ്റും ഒപ്പമാണ് അടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വേറെ അതിൻ്റെ ഉള്ളിൽ തുണിയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്കേർട്ടിൻ്റെ ഫുള്ളായിട്ട് ഇവിടെ തീർന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു സൈഡ് ഭാഗം നമ്മൾ അടിച്ചെടുത്താൽ മാത്രം മതി. ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മൾ ഈ ഒരു മെറ്റീരിയലും നമ്മുടെ ലൈനിങ്ങും വെച്ചിട്ട് അങ്ങനെ ബ്ലൗസ് അടിക്കാമെന്നാണ്. പിന്നെ വിചാരിച്ച് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ആദ്യം ഞാൻ ബ്ലൗസ് അടിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ കോട്ട് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു പീസ് മെറ്റീരിയൽ. അപ്പോൾ ഇത് നമുക്ക് എന്തായാലും സ്കേർട്ടും ടോപ്പും അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിന് മാച്ചായിട്ട് നമുക്ക് ഇത് അടിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നീളത്തിലൊരു പീസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു പീസ് എന്ന് വെച്ചാൽ നമ്മൾ കോളർ പോലെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പീസ് മാറ്റി വയ്ക്കുന്നത്. അത് നമ്മളിതാ ഈ ഒരു അതിൻ്റെ വക്ക് ഭാഗം റൗണ്ട് ഷേപ്പിലാക്കി ചെറുതാക്കി അടിച്ചെടുക്കാൻ വേണ്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ കൈയും ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ചു കഴുത്ത് ഇത് പോരെ മതിയാവുമോ എന്നൊക്കെ. അപ്പോൾ നമ്മൾ ഒരു ഡ്രസ്സിൻ്റെ അളവ് വെച്ചിട്ട് വേണം കഴുത്തും കാര്യങ്ങളൊക്കെ വെട്ടിയെടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അവസാനം നമ്മുടെ സ്കേർട്ടും ടോപ്പും എല്ലാം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കൈയൊക്കെ പിന്നെ നമ്മൾ നെറ്റ് വയ്ക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ അവസാനം നമ്മുടെ ഡ്രസ്സിൻ്റെ ആ ഒരു ഇത് കാണിച്ചു തരാം.
അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ നമ്മുടെ ഡ്രസ്സിൻ്റെ സ്റ്റിച്ച് ചെയ്യലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പല മോഡലായിട്ട് കഴുത്ത് വെട്ടിയെടുത്തിട്ട് നമുക്ക് കോളർ സ്റ്റിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മുടെ ഈ ഒരു ഡ്രസ്സ്. അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.